നമസ്കാരം. ഞാൻ പ്രദീപ് കുമാർ കൂത്താളി, കണ്ണൂർ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പൊതുവെ കാണുന്ന ഒരു സ്വഭാവമാണ് മടി, അലസത. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്തിന് ശേഷം നമ്മുടെ മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് മടി, ഒരു അലസത. ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. ഈ കാലഘട്ടത്തിലെ അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അലസമായി ഇരുന്ന് ലക്ഷ്യങ്ങളില്ലാത്ത ഇങ്ങനെ ഇരുന്നുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കൂടുതൽ മടിയിലേക്കും അലസതയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്ക്ഡൗണിന് ശേഷം കുറച്ച് പേരിലെങ്കിലും ഈ മടിയും അലസതയും മൂഡ് ഡിസോർഡറും കാണുന്നുണ്ട്. അതിന് മെയിനായി രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഒരുപാട് സമയം ഇരുന്ന് മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ആക്ടിവിറ്റീസിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ നമ്മളിലേക്കൊരു മടിയും അലസതയും വന്നു ചേരുന്നുണ്ട്. മറ്റൊരു കാര്യം, നാം പുറത്തൊന്നും ഇറങ്ങാതെ അകത്തും വീട്ടിലുമായി കഴിയുമ്പോൾ യഥാസമയത്തുള്ള സൂര്യപ്രകാശത്തിൻ്റെ അഭാവം നമ്മളിൽ വിറ്റാമിൻ D3 കുറവുണ്ടാക്കുന്നത് അത് ഓരോ വ്യക്തിയിലും മൂഡ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ആണ് പൊതുവെ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും അലസതക്കും മടിക്കും മൂഡ് ഡിസോർഡറിനും ഒക്കെ കാരണമായി ഒന്നുകൂടി പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൽ ഒരുപാട് സമയം ചടഞ്ഞിരുന്ന് മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ ശാരീരികമായും മാനസികമായും ആകെ തളർച്ച അനുഭവപ്പെടുകയും അവരിൽ അത് അസ്വസ്ഥത ഉളവാക്കുകയും മൂഡ് ഡിസോർഡറായി മാറുകയും ചെയ്യും. അലസത കൂടുതൽ പിടിപെടുകയും ഒരു മൂഡ് ഡിസോർഡറായി ഒന്നിലും താല്പര്യമില്ലാതെ, ഒരു ആക്ടിവിറ്റീസിനും താല്പര്യമില്ലാതെ, മറ്റുള്ളവരോട് സംസാരിക്കാനോ അടുത്തിടപഴകാനോ ഇഷ്ടപ്പെടാതെ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടുന്ന ഒരവസ്ഥ വന്നു ചേരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വെയിൽ കൊള്ളാത്തതിൻ്റെ പ്രശ്നം, വിറ്റാമിൻ D3 അഭാവം ഉണ്ടാകും. അത് നമുക്ക് നികത്താൻ വേണ്ടത് ഒന്നുകിൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ഒരു 10-20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുകയും, അതല്ലെങ്കിൽ വൈകുന്നേരം അസ്തമന സൂര്യൻ്റെ ഇളം വെയിൽ കൊള്ളുന്നതും ആണ് അത്യാവശ്യമായി ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ D3 ഉൽപ്പാദിക്കപ്പെടുകയും അത് നമ്മുടെ പ്രവർത്തനത്തെ സജീവമാക്കി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അതായത് വിറ്റാമിൻ D3 ആണ് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളിലേക്ക് ആവശ്യമായ വിറ്റാമിനുകളും പ്രോട്ടീനുകളും മിനറൽസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു കമ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളിലേക്കും സപ്ലൈ ചെയ്യുന്നത് വിറ്റാമിൻ D3 ആണ്. വിറ്റാമിൻ D3 അഭാവം വരുമ്പോൾ കോശങ്ങൾക്ക് മതിയായ ഊർജം ലഭിക്കാതെ വരികയും ആവശ്യമായ പ്രോട്ടീനുകളും വിറ്റാമിനുകളും മിനറൽസുകളും ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ ആ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും അത് ശരീരത്തെ ബാധിക്കുകയും മൂഡ് ഡിസോർഡർ എന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. ഈ മൂഡ് ഡിസോർഡറുള്ള അധികം ആൾക്കാരെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിൽ വിറ്റാമിൻ D3 കുറവ് വളരെയധികം കുറഞ്ഞതായി കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിറ്റാമിൻ D3 ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടത് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതല്ല. അത് പക്ഷേ കഠിനമായ വെയിൽ കൊള്ളുക എന്നതല്ല. അത് പുതിയ സൂര്യൻ്റെ വെയിൽ മാക്സിമം ഒരു 8 മണിക്കുള്ളിലായി കൊള്ളുകയും, അതേപോലെ അസ്തമന സൂര്യൻ്റെ വെയിൽ ഒരു 5 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 10-20 മിനിറ്റ് കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ കഴിയും. അല്ലാത്ത സമയത്ത് കൊള്ളുന്ന വെയിലുകളിൽ നിന്ന് ഇത് പലപ്പോഴും ബേണായി പോവുകയാണ് ചെയ്യാറ്. അതികഠിനമായ വെയിൽ കൊണ്ടതുകൊണ്ട് വിറ്റാമിൻ D3 ശേഖരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ട് കാരണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മടിയും അലസതയുമുള്ളതും മൂഡ് ഡിസോർഡറുമുള്ള ആൾക്കാരെ കൂടുതൽ കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളുകളിലൊന്നും പോകാത്ത ഇരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ കൂടുതൽ സമയവും ഓൺലൈൻ ക്ലാസ്സുകളിലും അതിനുശേഷം മറ്റ്
സോഷ്യൽ മീഡിയകളിൽ ഇടപെട്ട് 24 hours എന്ന പോലെ തന്നെ മൊബൈലുമായി അല്ലെ ഇലക്ട്രോണിക്സ് മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ കുട്ടികളിൽ അറിയാതെ ഒരു മൂഡ് ഡിസോർഡർ ഉണ്ടാക്കുകയും മടിയുണ്ടാക്കുകയും അലസതയുണ്ടാക്കുകയും എല്ലാം അവരെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുറത്തിറങ്ങി ഇടപഴകാൻ പറ്റാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് കുട്ടികളൊത്ത് പുറത്തുനിന്നുള്ള കളികളൊക്കെ കുറയുന്നതും വെയിൽ കൊള്ളുന്നതും കൂടി ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ മൂഡ് ഡിസോർഡർ എന്ന അവസ്ഥയിൽ നിന്നും മാറാനും നല്ല എനർജറ്റിക്കായി പ്രവർത്തിക്കാനും അതിലൂടെ നല്ല വിദ്യാഭ്യാസവും നല്ല അറിവുകളും എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവും തന്നെയുടെ ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കുറക്കുകയും അതോടൊപ്പം തന്നെ പുറത്ത് ഇറങ്ങി വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മൂഡ് ഡിസോർഡർ മാറ്റാൻ ഒരുപാട് സഹായിക്കും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആളെ ഈ ഒരവസ്ഥയിൽ കാണാൻ പറ്റുന്നുണ്ട്. യുവാക്കളുടെ അലസതയും മടിയും എല്ലാം കൂടിച്ചേർന്ന് മുതിർന്നവർ പറയുന്നതൊന്നും കേൾക്കാതെ അവരൊരു പ്രത്യേക ലോകത്തിലായി പോകുന്ന അവസ്ഥ കാണുന്നുണ്ട്. അവരെ ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഒരു മൂഡ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതവർക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ യഥാവിധി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കഴിയുന്നത്ര കുറക്കുകയും ആവശ്യത്തിന് ഇതൊരു അത്യാവശ്യമായ കാര്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും എന്നാൽ അമിതമായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുകയും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് യുവാക്കളും കുട്ടികളും മാറണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാനസികവും ശാരീരികവുമായ ആരോഗ്യാവസ്ഥ നിലനിർത്താൻ കഴിയുകയും അതിലൂടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും പോകാൻ ഉള്ള അവസ്ഥയിലേക്ക് മാറാനും കഴിയും. അല്ലാത്ത പക്ഷം നാം പലപ്പോഴും ഈ മടിയും അലസതയും മാത്രം ഉള്ള വ്യക്തിയായി മാറുകയും ജീവിത വിജയത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സോഷ്യൽ മീഡിയയുടെയും മൊബൈലിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തെ നിയന്ത്രിക്കുകയും അതോടൊപ്പം രാവിലെയോ വൈകുന്നേരമോ കുറച്ച് ഇളം വെയിൽ കൊള്ളുകയും അതിലൂടെ നമ്മുടെ എനർജറ്റിക് ആക്കാനും നമ്മുടെ വിറ്റാമിൻ D3 അഭാവം ഇല്ലാതാക്കാനും ശ്രദ്ധിക്കണം. എല്ലാവരും നല്ലത് വരട്ടെ.